ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. ഇന്ന് ഞങ്ങളൊരു വെജിറ്റേറിയൻ ബിരിയാണിയാണ് വെക്കാൻ പോണത് കേട്ടോ. അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇത് കേട്ടോ. ബീൻസ്, ഉള്ളി, ഇത് പച്ചമുളക് ചതുക്കിയത്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ചപ്പും പൊതി, അത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഉണ്ട് കേട്ടോ. ഞങ്ങളൊരു ചെമ്പട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ നല്ലോണം ചൂടായി വന്നാൽ പട്ട, പൂവ്, ഏലക്ക, തങ്കോലോ ഇതെല്ലാം കൂടെ നമ്മൾ അതിലേക്ക് ഇട്ടിക്കണം കേട്ടോ. ഞങ്ങൾക്കൊന്ന് ചൂടായി വരട്ടെ, നല്ലോണം മുരിഞ്ഞ് ഒന്ന് ലെവലാവട്ടെ. ഇനി അതിലേക്ക് ഉള്ളി ഇട്ട്, വലിയ ഉള്ളി അരിഞ്ഞതാണ്, 3 ഉള്ളി ഉണ്ട് കേട്ടോ. ഉള്ളി ഉണ്ട് കേട്ടോ. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് നല്ലോണം താളി വരട്ടെ. ഇത് നമ്മളെ ചെന്നൈ വെജിറ്റേറിയൻ ആണ്. ചെന്നൈ വെജിറ്റേറിയൻ ബിരിയാണിയാണ്. ചെന്നൈയിലെ പാചകമാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണേ, നല്ല രസമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയതിട്ട് ഒക്കെ ഒന്ന് താളി വരട്ടെ. അതിൽ പച്ചമണം പോയി. ഇനി പച്ചമുളക് ചതക്കിയതാട്ടോ. പച്ചമുളക് ചതക്കിയതിട്ട് അതൊക്കെ ഒന്ന് താളി വെച്ച് പച്ചമണം ഒന്ന് പോണ വരെ നമുക്ക് താളിച്ചെടുക്കുക. ഞങ്ങൾ പട്ടാണിയാണ് അത് കേട്ടോ. ഗ്രീൻ പീസാണത്. വെള്ളത്തിലിട്ട് പുതർത്തിയൊക്കെ വെച്ചിട്ട് അതാണ് ഇട്ടത്. അതൊന്ന് നല്ലോണം വേവണ വരെ നമുക്ക് അതിൻ്റെ കൂടെ എല്ലാം കൂടെ നമുക്ക് ഒന്ന് താളിച്ച് റെഡിയാക്കി എടുക്കാം. ഇനി 3 തക്കാളി ഇട്ട് കൊടുത്ത് അതും അതിലേക്കൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ ക്യാരറ്റാട്ടോ, അത് 2 ക്യാരറ്റ് മുറിച്ച് വെച്ചതാണ്. പിന്നെ 2 ഉരുളക്കിഴങ്ങ് മുറിച്ചത്, കരിവേപ്പില, ബീൻസാണ് കേട്ടോ. കുറച്ച് ബീൻസാണത്. ഇതെല്ലാം കൂടെ നമ്മൾ ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെജിറ്റേറിയൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് നമ്മളെ ചെന്നൈയിലെ പാചകമാണ്. ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒക്കെ ഒന്ന് ലെവലായി വരട്ടെ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്ന് ലൈക്കും ചെയ്യണേ, ഒന്ന് ഷെയറും ചെയ്യണേ. നമ്മൾ പുതിന ഇട്ടെടുത്ത് പുതിനയും ചപ്പൂട്ട് എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഇനി പാകത്തിനുള്ള ഉപ്പിട്ട് ഒരു നാരങ്ങൻ്റെ നീരാണ് കേട്ടോ. ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചതാണ്. അത് ഒരു നാരങ്ങൻ്റെ നീരാണ്. നമുക്ക് തൈര് 2 സ്പൂണ് തൈര് ഒഴിച്ചു കൊടുക്കാം. പക്ഷെ നമ്മളെ കയ്യിൽ നിന്ന് തൈര് ഇല്ലാതായിപ്പോയി, അതിനെക്കൊണ്ടത് ഒഴിച്ചിട്ടില്ല. ഒഴിക്കാൻ നിർബന്ധമില്ല, ഒഴിച്ചാലൊന്നും കൂടെ നമുക്കൊരു ടേസ്റ്റ് ആവും. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല,
ചിക്കൻ മസാല, 2 സ്പൂൺ ചിക്കൻ മസാല, അതേമാതിരി 1 സ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടെ നമുക്ക് 1 സ്പൂൺ കുരുമുളകിൻ്റെ പൊടി കേട്ടോ. കുറച്ച് പെരിഞ്ചീരകം, പൊടിയില്ല, അപ്പോൾ ഒരിത്തിരി പെരിഞ്ചീരകം ഇട്ടതല്ല. അത് അരി അളന്ന് നമ്മൾ 1 കിലോ അരിക്ക് 2 പാത്രം വെള്ളം. 1 കിലോ അരി നമ്മൾ ഒരു പാത്രത്തിൽ അളന്നിട്ട് അതിന് 2 പാത്രം വെള്ളം ഒഴിച്ച് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് നമുക്ക് ആ വെള്ളം ഒന്ന് നല്ലോണം തിളച്ച് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഉപ്പുണ്ടോ നോക്കാം. നമ്മളിത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് പുളി പോരാത്തതുകൊണ്ട് തക്കാളിൻ്റെ നീര് പിഴിഞ്ഞൊഴിക്കുകയാണ്. നമുക്ക് തൈര് ഉണ്ടായില്ല, അപ്പോൾ പിന്നെ അത് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ച്. എല്ലാവരും വെക്കുമ്പോൾ 2 സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കണേ. ഞങ്ങളെ കയ്യിൽ തൈര് തീർന്നത് അറിഞ്ഞില്ല, നോക്കുമ്പോൾ തൈരില്ല. അപ്പോൾ ഞങ്ങൾ നാരങ്ങ നീരും തക്കാളിൻ്റെ നീരെല്ലാം കൂടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ച് അപ്പോൾ തക്കാളിൻ്റെ നീര് ഒഴിച്ച് കൊടുക്കുകയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റിയായ ബിരിയാണിയാണ് കേട്ടോ, വെജിറ്റേറിയൻ്റെ. നമ്മളെ ഗ്രീൻ പീസ്, ക്യാരറ്റ്, പിന്നെ ബീൻസ്, ഉരുളക്കിഴങ്ങ്, ഉള്ളി, തക്കാളി എല്ലാം കൂടെ ഇട്ടിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. ചിക്കൻ ഞങ്ങൾ വറുത്തിക്ക കേട്ടോ, ചിക്കൻ അതിലിട്ടില്ല. അത് വെജിറ്റേറിയൻ അല്ല, വെജിറ്റേറിയൻ ബിരിയാണി. ചെന്നൈയിലൊരു അരിയൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് നല്ലൊരു അടപ്പിട്ടൊന്ന് അടച്ച് വെക്കട്ടെ. എല്ലാ വെജിറ്റേറിയനും ഉണ്ടായിൽ ഗ്രീൻ പീസ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് എല്ലാം മിക്സ് ചെയ്ത് നമ്മൾ അരിയൊക്കെ ഇട്ട് ഇനി ഒന്ന് നല്ലോണം അടച്ച് വെക്കാം. വെന്ത് വെക്കട്ടോ. ഉപ്പൊക്കെ പാകുന്നുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കട്ടെ. ഉപ്പിട്ട് എല്ലാ മസാലക്കൂട്ടും നമുക്ക് റെഡിയാക്കി നമുക്കൊന്ന് അരിയൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി നമുക്ക് അതിനൊന്ന് അടച്ച് വെക്കാം. അതാ നമ്മളെ വെജിറ്റേറിയൻ ബിരിയാണി റെഡി ആയിന്. നമ്മളതൊന്ന് ദം ചെയ്യാണ് കേട്ടോ. ഒന്ന് ദം ചെയ്യട്ടെ. എല്ലാം റെഡിയാക്കിയിട്ട് നമ്മളെ ബിരിയാണി ഇവിടെ റെഡിയായി. അതിലേക്ക് കഴിക്കാൻ നമ്മൾ